വെറുതെ കുറച്ച് ഭാഗം വീഡിയോ എടുത്തതാട്ടോ. വീഡിയോ എടുക്കാൻ കാരണം നമ്മൾ അറിയുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ വീട് എവിടെ കേൾക്കുമ്പോൾ ഈ ഒരു ഏരിയയിൽ മലപ്പുറം ഈ ഒരു ഏരിയയിലാണ് മനസ്സിലാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗം വീഡിയോ എടുത്താട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ബൈപ്പാസിലെത്തി. ബൈപ്പാസിൽ നമ്മൾ കയറി കൈക്കോട്ടിൽ കാണിച്ചേരും പതൂര വനത്തിൻ്റെ വീട്ടിൽ കഴിഞ്ഞ് അവിടുന്ന് കണ്ണൂരിൽ ഏതായാലും അങ്ങനെ ചിത്രമനൊക്കെ കണ്ടു അപ്പോൾ ഞങ്ങൾ പോയിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മഴക്കാലത്തൊന്നും പോയതല്ല, മഴ തുടങ്ങുന്നത് കുറച്ചിടയ്ക്കായിട്ട് പോയതായിരുന്നു. അപ്പോൾ ഇന്ന് വീഡിയോ അപ്ലോഡ് ആക്കാൻ നോക്കുന്ന സമയത്ത് വീഡിയോസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഫോൺ തപ്പി വെക്കുമ്പോൾ അതിൽ കുറേ കോട്ടുകുന്നമത്തെ വീഡിയോസൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ ഇനി കിടക്കട്ടെ, എന്നാൽ ഇതാക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഇത് കോട്ടുകുന്നതിൻ്റെ താഴെ ഭാഗത്ത് പുതിയ കയറ്റുന്ന ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു കാഴ്ചകളും വിശേഷങ്ങളും കണ്ട് അങ്ങനെ കോട്ടക്കുന്നിലേക്ക് പോവുകയാണ്. പിന്നെ കോട്ടക്കുന്നിൽ കയറിയതിന് ശേഷം മക്കൾ ആ ഒരു കാറിൻ്റെ റൈഡുണ്ട്. അങ്ങനെ അധികമൊന്നും റൈഡിലൊന്നും അവർക്ക് കയറാനൊന്നും വലിയൊരു ഇഷ്ടമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ എപ്പോൾ ചെന്നാലും കയറുന്ന റൈഡിൻ്റെ ഒരു തോണിൻ്റെ റൈഡ്. അന്ന് പിന്നെ എനിക്ക് എന്തോന്ന് അറിയില്ല, അപ്പോൾ അന്നൊരു താല്പര്യം ഒരു കാറിൻ്റെ റൈഡുണ്ട്. അപ്പോൾ അതിൽ പോകാനുണ്ട്. അതിൽ പോകുന്ന പിന്നെ ഒരു കോട്ടക്കുന്നിൽ വീഴുന്നതാണ്. അത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നല്ല കോട്ടക്കുന്നിൻ്റെ എന്താ ഭംഗി, അടിപൊളി ഇതാട്ടോ. ഇതൊക്കെ ആ താഴത്തേക്ക് നോക്കുന്ന ആ ഒരു വ്യൂ ആണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ തന്നെയാണ്. സൺസെറ്റൊക്കെ അവിടെ പോയി നിന്നാൽ കാണാൻ പറ്റുന്നത്. ഞങ്ങൾ ഈ പോയ സമയത്ത് സൺസെറ്റും കാര്യങ്ങളൊന്നും കണ്ടിട്ട്, പക്ഷെ എന്നാലും ആ ഒരു നല്ലൊരു അടിപൊളി വ്യൂ തന്നെ കാണാൻ പറ്റും കേട്ടോ. അത് അവിടുത്തെ ഒരു ഹൈലൈറ്റ് ആണ്. ഞാൻ അപ്പോൾ ഏത് വെയിലത്ത് ചെന്ന് നിന്നാലും അവിടെ നല്ലൊരു കാറ്റാണ്. അതൊക്കെ കോട്ടക്കുന്നിനെ എടുത്ത് പറയേണ്ട ഒരു സവിശേഷതകൾ തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി തന്നെയാണ്. അവിടെ എപ്പോൾ ചെന്ന് നിന്നാലും നല്ല കാറ്റ് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി നാച്ചുറൽ കാറ്റ്. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഓല കാറിൽ കയറുന്നത് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഓല കാറിൽ കയറ്റിട്ടോ. കാറിലും കയറ്റി. പിന്നെ വേറൊരു സംഭവത്തിൽ ഞങ്ങൾ ആദ്യമായിട്ട് കയറിയിട്ടോ. റബ്ബേ നന്നായിട്ട് പേടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം നല്ല രസമുണ്ട്. പക്ഷേ ഇങ്ങനത്തെ അങ്ങോട്ട് സ്പീഡിൽ കറങ്ങാൻ തുടങ്ങിയപ്പോഴല്ല ഞങ്ങൾ കയ്യിൽ നിന്ന് പോയി എന്നറിയാം. അന്ന അവസ്ഥയായി. പെരുമോളൊക്കെ നമ്മൾ പറ്റ പേടിച്ചു. നമ്മൾ തല നനക്കാതെ നിൽക്കുന്നു. അപ്പോൾ ആ കാഴ്ചകളും വിശേഷം കുറേ ആൾക്കാരാണ്.